നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. മദ്യനയക്കേസിൽ അറസ്റ്റായി 3 മാസം തികയാനിരിക്കെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷയിൽ കെജ്രിവാളിന്റെ വാദങ്ങൾ വിചാരണ കോടതി ശരിവെച്ചു. ജാമ്യത്തുക 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ED ആവശ്യം കോടതി തള്ളി. നീറ്റിൽ തുടങ്ങി നെറ്റിലും ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പരീക്ഷാ വിവാദം. ക്രമക്കേടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലപാട് തേടി. അതേസമയം കൗൺസിലിംഗ് സ്റ്റേ ഇല്ലെന്ന് കോടതി ഇന്നലെയും വ്യക്തമാക്കി. വിവിധ ഹർജികളിൽ അടുത്ത മാസം 8-ന് കോടതി വിശദമായ വാദം കേൾക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന നടപടിയിലേക്കെന്ന് കേന്ദ്രം നീങ്ങുന്നുവെന്നാണ് സൂചന. നീറ്റ് പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാൻ. നെറ്റ് വിവാദത്തിനിടെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന. NTA സുതാര്യത ഉറപ്പുവരുത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സംരക്ഷിക്കുമെന്നും ബീഹാർ സർക്കാർ ചില വിവരങ്ങൾ നൽകിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ലോക്സഭാ MP ആയി K രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് പകരം മാനന്തവാടി MLA OR കേളു മന്ത്രിയായി ചുമതലയേൽക്കും. വയനാട് ജില്ലയിൽ നിന്നുള്ള CPMന്റെ ആദ്യ മന്ത്രിയായിരിക്കും OR കേളു. CPM സംസ്ഥാന സമിതി അംഗമായ OR കേളുവിന് പട്ടികജാതി ക്ഷേമ വകുപ്പായിരിക്കും നൽകുക. അതേസമയം കേരള മന്ത്രിസഭയിൽ VN വാസവന് ദേവസ്വം വകുപ്പിന്റെ ചുമതലയും പാർലമെന്റ് കാര്യ വകുപ്പ് MB രാജേഷിനും നൽകും. ഹൈക്കോടതിയോട് ബഹുമാനവും ആദരവും വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞു. കേസുകൾ നീട്ടിവെക്കാൻ അഭിഭാഷകൻ തുടർച്ചയായി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം. നീതി നിർവഹണ സംവിധാനത്തിൽ ഈ രീതി ശരിയല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മൂവാറ്റുപുഴ എറണാകുളം റോഡ് ദേശാസൽക്കരണവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അടിയന്തര സ്വഭാവമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. നിലവിൽ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് സമയബന്ധിതമായി കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ക്ഷേമ പെൻഷൻ അടിയന്തര വിഷയമല്ലെന്ന ധനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന PC വിഷ്ണുനാഥ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും സർക്കാർ ഒരു പാഠവും പഠിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് ധനമന്ത്രിയുടെ നിലപാടെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന പ്രസ്താവന തെറ്റാണെന്നും ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ മെല്ലെ പിൻവാങ്ങുകയാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. ഊര് എന്ന പേര് മാറ്റി പട്ടികവർഗ വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലത്തെ ഉന്നതി എന്ന് വിളിക്കാനുള്ള ഉത്തരവിനെതിരെ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്നും പട്ടികവർഗ വിഭാഗക്കാരുടെ ജീവിത സാഹചര്യം കൂടി സർക്കാർ മനസ്സിലാക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഊരുകൾ കേരളത്തിലുണ്ടെന്നും ആ സ്ഥലങ്ങളെ ഉന്നതി എന്ന് വിളിക്കുന്നത് പരിഹാസ്യമായിരിക്കുമെന്നും കോവിൽമല രാജാവ് വ്യക്തമാക്കി. എന്നാൽ കോളനി എന്ന പദം ഒഴിവാക്കിയത് സ്വാഗതാർഹമാണെന്നും കോവിൽമല രാജാവ് പറഞ്ഞു. KPCC UDF നേതൃത്വ യോഗങ്ങളിൽ നിന്നും K മുരളീധരൻ വിട്ടുനിൽക്കും. തൃശ്ശൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്നും തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂവെന്നും മുരളീധരൻ വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് ചോദ്യപേപ്പർ ഡാർക്ക് നെറ്റിൽ ചോർന്നതിനാലാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പറിന് യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് നടന്ന നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് യോഗ്യത നോക്കി അല്ലെന്നും സംഘടനകളുമായുള്ള ബന്ധം നോക്കിയാണെന്നും അതുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകൾ തടയാൻ സാധിക്കാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാരത് ജോഡോ യാത്രകളിൽ എല്ലായിടത്തും വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. പാർട്ടി ഇടപെടും, സർക്കാർ തിരുത്തും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾക്ക് തീരുമാനം. എങ്ങനെ തിരുത്തണമെന്ന് CPM നിശ്ചയിക്കും. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കർമ്മരേഖ തയ്യാറാക്കി സർക്കാരിന് നൽകും. സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും ഊന്നൽ നൽകി സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം.
ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ CPM-ഉം ഇടതുപക്ഷവും പരാജയപ്പെട്ടെന്ന് സമ്മതിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിനുള്ള പരിമിതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നും ജാതി രാഷ്ട്രീയത്തിൻ്റെയും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യത്തിലുള്ള RSS ഇടപെടൽ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമാക്കിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. ബോംബ് സ്ഫോടനം നടന്ന കണ്ണൂർ എരഞ്ഞോളിയിലെ പറമ്പിൽ കാട് വെട്ടിത്തെളിച്ച് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തലശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. എന്നാൽ ഒന്നും തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി എരിഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചത്. മലപ്പുറം തുവ്വൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ സുനിൽ രാജ് പിടിയിലായി. 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. വില്ലേജ് ഓഫീസർ പട്ടയം ലഭിക്കാൻ നൽകേണ്ട കത്തിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. മലപ്പുറം വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. നീലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീലയിൽ നിന്നാണ് പ്രതിയായ വില്ലേജ് ഓഫീസർ 20,000 രൂപ കൈക്കൂലി വാങ്ങിയത്. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സഹായിക്കാനൊരുങ്ങി സർക്കാർ. KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം KSRTC ഉണ്ടാക്കുമെന്നും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദ്. +1 സീറ്റ് വിഷയത്തിൽ KSU നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ്. KSU ജില്ലാ കമ്മിറ്റിയാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല UDF യോഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. UDF ഘടകകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ സംസാരിച്ചെങ്കിലും രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നില്ല. ഇതിൽ കുപിതനായാണ് അദ്ദേഹം VD സതീശൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. വിഴിഞ്ഞം പോർട്ടലിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യഘട്ടം വളരെ ഭംഗിയായി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.